നമ്മുടെ ബ്രില്യൻറ്റിലെ വിവിധ കോഴ്സുകളായ ഫൗണ്ടേഷൻ, ഇൻ്റഗ്രേറ്റഡ്, ലോങ് ടേം, റിപ്പീറ്റർ, ക്രാഷ് എന്ന് പറയുന്ന ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പോൾ ഈ കോഴ്സുകളിലൂടെ പോകുന്ന കുട്ടികളുടെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവരുടെ മോഡൽ എക്സാംസുകൾ, മോക്ക് ടെസ്റ്റുകൾ, ഈ എക്സാംസുകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ എക്സാംസുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത് നമ്മുടെ മുത്തോലി ക്യാമ്പസിലെ മെയിൻ ബിൽഡിങ്ങിലാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ എക്സ്പേർട്ട് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് എല്ലാവരും നയിക്കുന്ന ഒരു അപ്ഡേഷൻസ് ഒക്കെ വരുത്തിയ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ചെയ്യുന്നത് ഇത് നമ്മുടെ ഈ മെയിൻ ബ്ലോക്കിൽ വെച്ചാണ്. അപ്പോൾ ഈ ബ്ലോക്കിൽ നിന്നാണ് അവർ ബാക്കിയുള്ള സെൻറ്ററുകളിലേക്ക്, കേരളത്തിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള നമ്മുടെ ബ്രില്യൻറ്റിലെ സെൻറ്ററുകളിലേക്ക് എത്തുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം, നിരവധിയായ പരീക്ഷകളിലൂടെയാണ് നമ്മുടെ കുട്ടികൾ നീറ്റ്, JEE അഡ്വാൻസ്, JEE മെയിൻസ്, കീം, ഐസർ, CUET, കുസാറ്റ് തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സാമുകൾക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എപ്രകാരമാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യെസ്, നമ്മുടെ ബ്രില്യൻറ്റിലെ എക്സ്പേർട്ട് ആൻഡ് എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസ് ഒന്നിച്ചിരുന്ന് ഒരു ടീം വർക്കിലൂടെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിനായും മോഡൽ എക്സാമുകളിലും മോക്ക് ടെസ്റ്റുകളിലുമൊക്കെ യൂസ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ വർഷവും ഉണ്ടാവുന്ന കറക്ഷനുകളും അപ്ഡേഷൻസും എല്ലാം വരുത്തി ഒരു വലിയ പ്രോസസ്സിലൂടെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തയ്യാറാക്കുന്നത്. ശേഷം തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓരോ സെന്ററുകളിലേക്കും സ്കൂളുകളിലേക്കും എത്തിക്കുന്നു. നമ്മളിപ്പം മെയിനായിട്ട് തിങ്കളാഴ്ചയാണ് നമ്മുടെ വീക്കിലി എക്സാം. 7 സെൻറ്ററുണ്ട് നമ്മൾ റിപ്പീറ്റേഴ്സിന്. അപ്പോൾ 7 സെൻറ്ററിലോട്ടും ഈ നമ്മുടെ മുത്തോലി ക്യാമ്പസിൽ ക്വസ്റ്റ്യൻ വന്നിട്ടാണ് എല്ലാ സെൻറ്ററിലോട്ടും വിടുന്നത്. അപ്പോൾ തിങ്കളാഴ്ച നീറ്റ് എക്സാം, ചൊവ്വാഴ്ച NCERT, ബുധനാഴ്ച A+, അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് പോകുന്നത്. അപ്പം വെള്ളി, ശനി, ഞായറാണ് ക്വസ്റ്റ്യൻസ് എല്ലാം പ്രിപ്പയർ ചെയ്ത് നമ്മളെല്ലാ സെൻറ്ററിലോട്ടും വിടുന്നത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ്. ഇവിടെ ഒരുപാട് ആളുകൾ ഒന്നിച്ചിരുന്ന് പല സെക്ഷനായിട്ട് തിരിഞ്ഞ് ക്വസ്റ്റ്യൻസ് എണ്ണിയാണ് എല്ലാ സെൻറ്ററിലോട്ടും വിടുന്നത്. നീറ്റ്, JEE മെയിൻ, ഫൗണ്ടേഷൻ, ലോങ് ടൈം ക്വസ്റ്റ്യനൊക്കെ എണ്ണുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ എണ്ണുന്നത് JEE മെയിൻ്റെ തിങ്കളാഴ്ചത്തെ JEE മെയിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ആ സെക്ഷനിൽ എണ്ണുന്നത് ഫൗണ്ടേഷൻ്റെ ക്വസ്റ്റ്യനാണ്. പിന്നെ അടുത്ത സെക്ഷനിൽ എണ്ണുന്നത് നീറ്റിൻ്റെ തിങ്കളാഴ്ച നടക്കുന്ന എക്സാമിനുള്ള ക്വസ്റ്റ്യൻസാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു വേണ്ടി ഒത്തിരി ആൾക്കാർ, ഇപ്പോൾ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഡ്രൈവർമാർ ക്വസ്റ്റ്യൻ എത്തിക്കുന്നു. അതൊക്കെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് എടുത്തു തരാൻ പിയൂൺമാർ, അവരുടെ ഹെൽപ്പുണ്ട്. അതുപോലെ ക്വസ്റ്റ്യനൊക്കെ എണ്ണാനായിട്ട് ഒരുപാട് സ്റ്റാഫുകൾ, ടീച്ചേഴ്സും സാറുമാരും ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ ഹെൽപ്പോടു കൂടിയാണ് നമ്മളിതെല്ലാം അടുക്കി റെഡിയാക്കി വിടുന്നത്. നമ്മൾ മെയിനായിട്ട് ഇവിടെ പാലായിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വിടുന്നത് ബ്രില്യൻറ്റിൻ്റെ കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും നമുക്ക് ബ്രില്യൻറ്റ് സെൻറ്ററുകളുണ്ട്. മെയിനായിട്ട് നമ്മുടെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ തലശ്ശേരി, കോഴിക്കോട്, തൃശ്ശൂർ, എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം എല്ലാ സെൻറ്ററിലോട്ടും ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ കൊറിയറായിട്ടും പാഴ്സലായിട്ടും വിടുകയാണ് ചെയ്യുന്നത്. ബാച്ച് വൈസ് ആയിട്ടാണ് മിക്കവാറും ക്വസ്റ്റ്യൻസ് വരുന്നത്, പ്രിൻ്റ് വരുന്നത്. അതല്ലെങ്കിൽ ചില ഗ്രൂപ്പുകൾ മിക്സ് ചെയ്ത് വരാം. അപ്പോൾ ഗ്രൂപ്പുകളാണെങ്കിൽ അവയുടെ സ്ട്രെങ്ത് നമുക്കറിയാം. സ്ട്രെങ്ത് അനുസരിച്ച് നമ്മൾ എണ്ണി അതാത് സെൻറ്ററിലോട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് എണ്ണി വിടും. കേരളം ഉടനീളമുള്ള റെസിഡൻഷ്യൽ ബാച്ചുകൾക്കുള്ള ക്വസ്റ്റ്യൻസും നമ്മുടെ ഈ ക്വസ്റ്റ്യൻ റൂമിൽ തന്നെയാണ് പോകുന്നത്. അവർക്ക് തിങ്കളാഴ്ചയും അതുപോലെ തന്നെ ബുധനുമാണ് എക്സാം വരുന്നത്. അവർക്ക് വേണ്ട നീറ്റിൻ്റെ എക്സാം, അവർക്ക് വേണ്ട IITയുടെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ ഈ പല ബ്രില്യൻറ്റിൻ്റെ സെൻറ്ററിൽ തന്നെയാണ് കൊടുത്തു വിടുന്നത്. നമുക്ക്
ഓരോ ബാച്ചിൽ എത്ര കുട്ടികളാണ്, ഓരോ IIT എത്ര കുട്ടികളുണ്ട്, നീറ്റിൻ്റെ ബാച്ചുകളിൽ എത്ര കുട്ടികളുണ്ട് എന്നുള്ള കൃത്യമായിട്ട് എണ്ണം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഓരോ ബാച്ചിനും എത്ര ക്വസ്റ്റ്യൻ ആണോ വേണ്ടത് അതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൊടുത്തു വിടുന്നത്. ബ്രില്യൻറ്റിൻ്റെ കോഴ്സുകൾ എന്ന് പറയുമ്പം മെയിനായിട്ട് ഫൗണ്ടേഷൻ തൊട്ട് 6, 7, 8, 9, 10 ഫൗണ്ടേഷൻ ബാച്ച്, പിന്നെ ലോങ് ഡേ 2024, 2025 റെസിഡൻഷ്യൽ ബാച്ചുകൾ, റിപ്പീറ്റേഴ്സ് ബാച്ചുകൾ, എല്ലാ ബാച്ചിലേക്കുമുള്ള കേരളത്തിലുടനീളമുള്ള എല്ലാ സെൻറ്ററിലേക്കും നമ്മുടെ ഈ സെൻറ്ററിൽ നിന്നാണ്, മെയിൻ സെൻറ്ററായ പാലാ സെൻറ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൊണ്ടുപോകുന്നത്. എല്ലാം അത് നമ്മൾ കറക്റ്റ് സമയത്ത് കൊറിയർ വഴിയോ പാഴ്സൽ വഴിയോ നമ്മുടെ വണ്ടിക്കോ എല്ലാ സെൻറ്ററിലും എത്തിക്കുന്നതാണ്. കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തി പാഴ്സൽ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതത് ജില്ലകളിലെ സെന്ററുകൾ ലക്ഷ്യമാക്കിയാണ് ഓരോ വണ്ടിയിലും കൊടുത്തയക്കപ്പെടുന്നത്. ബ്രില്യന്റിൽ ഉന്നത മാർക്ക് നേടി വിജയികളാവുന്നവരുടെ ഭാവി നിർണ്ണയിക്കുന്ന പൊൻ തൂവലുകളാണ് നാം കാണുന്ന ഈ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറുകളും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.